സമാധാന ധാരണ ഇറാൻ പ്രാവർത്തികമാക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണമെന്ന് തനിക്കറിയാമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതേസമയം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി നിരീക്ഷകർക്ക് ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ ഇറാൻ അനുമതി നൽകിയതായി US വൈസ് പ്രസിഡന്റ് ഇന്നലെ അറിയിച്ചിരുന്നു. 60 ദിവസത്തേക്ക് എണ്ണ വിൽപ്പന നടത്താൻ ഇറാൻ നൽകിയ അനുമതി തിങ്കളാഴ്ച മുതൽ നിലവിൽ വന്നതായും ജെഡി വാൻസ് അറിയിച്ചു. US പ്രസിഡന്റിന്റെ വാക്കുകളിലേക്ക് ആദ്യം. If Iran doesn't live up to their agreement, or if they're not behaving, I will do what I have to do. ഐസനോട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. ഐസൻ, നിർണായകമായ ഒരു അന്ത്യശാസ്ത്രം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇറാൻ ഈ വാക്കുകളൊന്നും പ്രാവർത്തികമാക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണമെന്ന് തനിക്കറിയാമെന്ന് ട്രംപാണ് പറയുന്നത്. അപ്പോൾ ഇറാനെതിരെ പ്ലാൻ എ മുതൽ ഇസഡ് വരെ ട്രംപിന്റെ കയ്യിൽ ഭദ്രമാണ്. എന്താണ് ഈ അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്കുകൾക്ക് പിന്നിലുള്ള കാര്യം? ഇറാൻ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? അശ്വതി, തീർച്ചയായും ട്രംപിൻ്റെ ഈ വാക്കുകളിൽ നിന്നും ഇറാൻ അനുസരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ ധാരണപ്രകാരം നടത്തിയില്ലെങ്കിൽ ഏത് രീതിയിൽ പ്രതികരിക്കണമെന്നറിയാം, അത് കൃത്യമായി തനിക്കറിയാമെന്നൊരു നിലപാടാണ് ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നമ്മൾ കേട്ടതും അത് തന്നെയാണ്. അതിൽ നിന്നും പല 2-3 ദിവസത്തെ കൂടി ചരിത്രങ്ങൾ വായിക്കുമ്പോഴാണ് കൃത്യമായും ഈ സംഭവത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതായത് ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുന്ന നീക്കം ഇറാൻ നിർത്തണമെന്ന ആവശ്യം അന്തിമമായി തന്നെ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച നടന്നതുപോലുള്ള ആക്രമണങ്ങൾ നടത്തുമെന്ന കൃത്യമായൊരു നിലപാട് അറിയിച്ചിരുന്നു. ആ ഒരു നിലപാടിനെ സാധൂകരിക്കുന്ന ഒരു വ്യാഖ്യാനമാണ് അത്. നേരത്തെ സമൂഹമാധ്യമ പോസ്റ്റിലാണ് അദ്ദേഹം നൽകിയതെങ്കിൽ ഇപ്പോൾ നേരിട്ട് അദ്ദേഹം പറയുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും അതീവ ഗൗരവമുള്ളൊരു വിഷയമാണ് ഇക്കാര്യത്തിലുള്ളത്. അക്കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നീക്കങ്ങൾ ഉണ്ടാകും. ഏത് തരത്തിലാണോ ഇറാൻ സമാധാന ധാരണയ്ക്കെതിരായ നീക്കങ്ങൾ നടത്തുന്നത് അത് നേരിടാൻ തനിക്കറിയാമെന്നൊരു നിലപാട് അമേരിക്ക കൃത്യമായി പറയുകയാണ് ചെയ്യുന്നത്. മറ്റൊരു നിർണായകമായ വിഷയം എന്ന് പറയുന്നത്, മറ്റൊരു ഗൗരവമേറിയൊരു വിഷയം എന്ന് പറയുന്നത് ഇറാൻ്റെ ആണവ സംവിധാനങ്ങൾ സംബന്ധിച്ച പരീക്ഷണത്തിൻ്റെ ചില വിവരങ്ങളാണ്. പരീക്ഷണം സംബന്ധിച്ച്, അതായത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിക്ക് അവരുടെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളും ആണവായുധ സംവിധാനങ്ങളെല്ലാം തന്നെ നിരീക്ഷിക്കാനുള്ള അനുമതി നൽകി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനും സാധിക്കുന്നത്. മറ്റൊരു നിർണായക ഘടകം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗുണകരമായത് ഇറാൻ്റെ എണ്ണ വിൽപ്പനയ്ക്കുണ്ടായിരുന്ന ഉപരോധം ഒഴിവാക്കുകയും ഹോർമുസ് പൂർണ്ണമായും ഇത്തരത്തിൽ എണ്ണ വിൽപ്പനയ്ക്ക് തുറന്നു കൊടുക്കുകയും ചെയ്യാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നതാണ്. ഇത്തരത്തിലുള്ള നിരവധിയായ വിഷയങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ചില തീരുമാനങ്ങളായിരിക്കുന്നു. അതേസമയം തന്നെ തുടർ നടപടികളിലേക്ക് എന്തെങ്കിലും വീഴ്ച വരുത്തുന്ന നീക്കമുണ്ടായാൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന നിലപാട് തന്നെയാണ്. അമേരിക്കൻ കൽപ്പന എന്ത് ചെയ്യണമെന്ന് തനിക്കറിയാം. സമാധാന ധാരണ ഇറാൻ പ്രാവർത്തികമാക്കുന്നില്ല എങ്കിൽ നിർണായകമായ നീക്കങ്ങളിലേക്ക് കടക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നൽകുന്ന അന്ത്യശാസനം. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ്.